ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഭക്തമക്കൾക്കെല്ലാം എൻ്റെ വിനിതമായ പ്രണാമം. സർവഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും ഉണ്ടാകണം, ഭഗവാന്റെ കൃപയും ഉണ്ടാകണം, ഭഗവാൻ ഭക്തി വർദ്ധിക്കണം. എല്ലാവർക്കും നന്മയേകുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ദശകം 65 ഗോപീ സമാഗമം വായിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചത് ഗോവിന്ദ അഭിഷേകമായിരുന്നു. ഭഗവാൻ കണ്ണൻ്റെ അഭിഷേകമായിരുന്നു. അങ്ങനെ ഭക്തരായ ജനങ്ങൾക്ക്, അവിടുത്തെ ഗോപികൾക്കെല്ലാം ഭഗവാന്റെ യഥാർത്ഥ വിശ്വരൂപം അവരെ കാട്ടിക്കൊടുത്തു. അത്രമാത്രം ആനന്ദലഹരിയിൽ അവർ മുഴുകി. അതാണ് ഭഗവാൻ വേറൊരവതാരത്തിലും ഇങ്ങനെ കാട്ടിക്കൊടുത്തിട്ടില്ല ഭക്തന്മാർക്ക്. അത്രമാത്രം എന്താ പറയുക, ഭഗവാൻ നമ്മളല്ലേ ഭഗവാന്റെ എല്ലാം. നമുക്ക് ഭഗവാനും നമ്മൾ ഭക്തന്മാരുമാണ്. ഭഗവാൻ മറ്റാരല്ല ഉള്ളേ. എല്ലാവർക്കും ഭഗവാന്റെ ഭക്തൻ കഴിഞ്ഞേ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് നമ്മൾ അത്രത്തോളം സ്നേഹവും ഭക്തിയും വർദ്ധിക്കണം. ഈശ്വരന് അങ്ങനൊരു ഇവിടെ നമ്മൾ ഭാഗവതവും ഭഗവത്ഗീത എല്ലാം വായിച്ചതെന്ന് മനസ്സിലാക്കുന്നത് എന്താ, ഭഗവാന് ഭക്തൻ കഴിയേ ഉള്ളൂ, മറ്റല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ നമ്മൾ തന്നെ ഉള്ളൂ, നമുക്കും ഭഗവാൻ തന്നെയുള്ളത് ഇങ്ങനെ സ്നേഹിക്കാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മളെല്ലാ ഭക്തന്മാരും ഭഗവാനെ സ്നേഹിക്കുക, ഭക്തി വർദ്ധിക്കുക, ഈശ്വര കൃപ നമ്മളിലേക്ക് ഏറ്റുവാങ്ങുക. ഭഗവാൻ അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഗോപീ സമാഗമം വായിക്കാം. ദശകം 65. ശ്ലോകം 1. ഗോപീജനായ കഥിതം നിയമാവസാനി മാരോത്സവം ത്വമധ സാധയിതം പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഗോപീജനായ കഥിതം നിയമാവസാനി മാരോത്സവം ത്വമധ സാധയിതം പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഭഗവാൻ അനന്തരം നിന്തിരുവടി അന്ന് വ്രത അവസാന കാലത്ത് എന്ന കഴിഞ്ഞ ശ്ലോകത്തിലൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അതിനു മുന്നേ ഒരു ദിവസം നമ്മൾ വായിച്ചു. ഗോപികളെല്ലാം ഗോപസ്ത്രീകൾ നദീതീരത്ത് പോയി മണ്ണ് കുഴച്ച് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പൂജിച്ച് വഴിപാടൊക്കെ നടത്തി ഭഗവാനെ കിട്ടണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ അന്നത്തെ വ്രതമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല പല കാര്യങ്ങൾ ഇതിനിടയ്ക്കൂടെ നടന്നു. അന്ന് ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരിക്കണം, അവരോട് പറഞ്ഞെന്നാൽ ഇതിൽ പറയുന്നത് നമുക്ക് മറന്നുപോയി. ഞാനത് എന്താണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ ഓർക്കുന്നു. ഭഗവാനെ രാവിലെ ഉഷസ്സിലെ എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ചും കൊണ്ടങ്ങ് പോകുന്നൊരു പോക്കായി പിള്ളേർ. എന്താ, അവിടെ ചെന്ന് കുളിച്ച് വ്രതത്തോടുകൂടി വിഗ്രഹമൊക്കെ ഉണ്ടാക്കി, ദേവീ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി പ്രാർത്ഥിച്ച് ഭഗവാനെ തന്നെ ശരണം. ഇങ്ങനെയാണ് അവരുടെ പ്രാർത്ഥന. എഴുന്നേൽക്കുമ്പോഴേ ഭഗവാനെയാണ് പ്രാർത്ഥിപ്പ്. ഇങ്ങനെ ഒരു അന്നത്തെ അതാണ് ആ വ്രതം പിടിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എന്തോ രാസക്രീഡ ആണ് ഭഗവാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ വ്രത അവസാന കാലത്ത് ഗോപസ്ത്രീകളോട് പറഞ്ഞിരുന്ന പ്രകാരം അന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രകാരം രാസക്രീഡ കൊണ്ടാടാൻ ഒരുങ്ങി മനോഹരമായി തെളിഞ്ഞു ചന്ദ്രിക പരന്നു നിൽക്കുന്ന കുളിർമയുള്ള കാളന്തീ തീരത്തെ വനപ്രദേശത്തെ ചെന്ന് നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു? ഓടക്കുഴലൂതി അവരെ വിളിച്ചു. ഓടക്കുഴൽ ഊതുമ്പം ഈ എല്ലായിടവും കേൾക്കും. അവളുടെ ഈ ഗോപസ്ത്രീകളെല്ലാം അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തും. അത് ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാനും ഇതിന് സൗകര്യം വേണമല്ലോ. ഈ ഒരു അന്തരീക്ഷവും നിലാവുള്ള നല്ല കുളിർമയുള്ള നദി എല്ലാം കൊണ്ടും ഒരു പ്രത്യേക അനുഭൂതിയുള്ളൊരു സമയം ആയിരിക്കും ഈ രാസക്രീഡയ്ക്ക് അങ്ങനെ ഒരുക്കം. അപ്പോൾ അന്ന് പറഞ്ഞ പ്രകാരം ആണ് ഇപ്പോൾ ഭഗവാൻ അതിൻ്റെ സമയം. ഓടക്കുഴലൂതി വിളിച്ചു. ഭഗവാൻ തലത്തെളിഞ്ഞ് ചന്ദ്രിക പരന്നു നിൽക്കുന്ന കുളിർമയുള്ള കാളന്തീ തീരത്തെ വനപ്രദേശത്ത് ചെന്ന് നിന്നാണ് ഭഗവാൻ ഓടക്കുഴലൂതി വിളിച്ചത്. അപ്പോൾ വീട്ടുകളിലെല്ലാം ഈ ഗോപസ്ത്രീകളെല്ലാം ഓരോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. എന്താ കാരണം നമുക്കറിയാം. ശ്ലോകം 2.
സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വതു വേണുനാഥ ഉപകർണ്യ വിഭോ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാപു. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വതു വേണുനാഥ ഉപകർണ്യ വിഭോ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹമാപു. സ്പഷ്ടമായി കേൾക്കാവുന്ന തരത്തിലുള്ള ആരോഹണ അവരോഹണ ക്രമത്തിൽ ഭഗവാൻ ഓടക്കുള്ളിൽ എങ്ങനെയാണ് വിളിക്കുന്നത്? ആരോഹണോ അതിന് തിരിച്ച് താഴോട്ട് അവരോഹണം, താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും. ആ എനിക്ക് സൗണ്ട് എടുത്തുകൊണ്ട് വരത്തില്ല. ഇങ്ങനെ എൻ്റെ സപ്തസ്വരങ്ങൾ ഇങ്ങനെ സരേ ഗമ പധ നീ സാ നീ ധ പ മഗരേ സ. എനിക്ക് സൗണ്ട് ഞാൻ ഉദ്ദേശിച്ച കണക്ക് വരത്തില്ല, തൊണ്ടടപ്പുള്ളുണ്ട്. താഴെ നിന്ന് മുകളിലേക്കും അത് പാട്ട് പഠിച്ചവർക്കൊക്കെ അറിയാം, ഞാൻ പഠിക്കാത്തതുകൊണ്ട് ആണെന്നും അറിയാം ഇങ്ങനെ പന്നലായിട്ട് ചെല്ലുന്നത്. പക്ഷേ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം താഴെ സാ പ സ അങ്ങനെ പോകും, മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് താഴേക്ക് വരും. അപ്പം മുകളിലോട്ട് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് ആരോഹണം, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് അവരോഹണം. അതുകൊണ്ട് ഭഗവാൻ ഓടക്കുള്ളൂതിയപ്പോൾ ക്രമത്തിൽ തന്നെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ആ നാദം സർവ്വലോകങ്ങളെയും മോഹത്തിൽ ആഴ്ത്തുന്ന ഭഗവാന്റെ വേണുനാദം കേട്ടിട്ട് താരുണ്യവതികളായ ഗോപസ്ത്രീകൾ എന്തെന്നില്ലാത്ത മാനസവിഭ്രാന്തരായിപ്പോയി. അയ്യോ എന്താ കേൾക്കുന്നത്, ഭഗവാന്റെ കുഴൽവിളിനാദം കേൾക്കുന്നു, പെട്ടെന്ന് പോകണം, പിന്നെ അവിടെ ഇട്ടേക്കുന്ന ജോലികളൊക്കെ എന്താന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. പിന്നെ അവർ എല്ലാം ഇട്ടെറിഞ്ഞൊരു പോക്കാണ്. അത്രമാത്രമാണ് ഭഗവാനോട് ആർക്കായാലും ഇന്ന് എത്ര 90-ാം പക പിടിച്ചെന്ന് പൈസെന്ന തള്ളമാരായാലും ഈശ്വരനോടുള്ള കൃപയും സ്നേഹവും രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി, അവിടെ പ്രായമൊന്നുമില്ല. അപ്പോൾ ഭഗവാനിലേക്ക് ലയിച്ച് ഇരിക്കുന്ന ഏതൊരു പുരുഷനും പുരുഷിക്കും അത്ര ആനന്ദമാണ്. അപ്പോൾ ആ നാദം കേൾക്കുമ്പോൾ ആരും എല്ലാം കളഞ്ഞിട്ട് മതിമറന്ന് ഓടും ഭഗവാന്റെ അടുക്കലേക്ക്. അത്ര ആനന്ദ നിർവൃതിയിൽ ലയിക്കുന്നവർക്ക് അത് കിട്ടിയേ പറ്റൂ, അത്ര ആനന്ദമാണ്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. അപ്പോൾ ഈ കുട്ടികൾ, ഈ ഗോപസ്ത്രീകളും എന്തെന്നില്ലാത്ത മാനസ വിഭ്രാന്തരായിപ്പോയി. പെട്ടെന്ന് പോണ്ടേ, എന്തൊക്കെയോ വീട്ടിലെ ജോലിയൊക്കെ കിടക്കുന്നതൊക്കെ പിന്നെ മറന്നു പോകും. ഇപ്പോഴും പോലെ ഇത്രയും പ്രായമായിട്ടുള്ള ഞാൻ മറന്നു പോകും. ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ അടുത്ത ജോലികളൊക്കെ എന്തോന്ന പോലും ഞാനും അങ്ങ് മറന്നു പോകും. അടുപ്പിൽ എന്തെങ്കിലും ഇരുന്നാൽ അവിടെ നിന്ന് കരിഞ്ഞു പോകും. പാലാണെങ്കിലോ ചായ ആണെങ്കിലോ വെള്ളമാണെങ്കിലോ ഇതൊക്കെ വറ്റിപ്പോകും. എന്താ കാരണം? ഇതിനിടയ്ക്കൂടെ ജോലി ചെയ്യും, ഇതൊക്കെ കേൾക്കാനും വായിക്കാനും വന്നിരിക്കുകയും ചെയ്യും. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റതെല്ലാം അങ്ങ് മറന്നു പോകും. അതുപോലാണ് ഈ കുഴൽവിളി നാദവും. അങ്ങനെ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 3. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാച്ച സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്ത കാന്തോപസേവന പരാച്ചത സരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേത. ഇവിടെ ഗോപസ്ത്രീകൾ ഗൃഹകാര്യങ്ങളിൽ തൽപരരായിരുന്ന സുന്ദരികളായ ഗോപസ്ത്രീകൾ എന്തൊക്കെയോ ജോലികളങ്ങനെ ചെയ്ത് താല്പര്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. ആ നാദം കേട്ട ഉടനെ വീട്ടുകാര്യങ്ങളെല്ലാം നിർത്തിവച്ചു. കുട്ടികളെ പരിചരിച്ചിരുന്നവരാണെങ്കിലോ അതങ്ങ് നിർത്തി. പതിയെ ശുശ്രൂഷ, ഭർത്താവിനെ ശുശ്രൂഷിച്ച് ചേരുന്നവരോ അതും അങ്ങ് വിട്ടുകളഞ്ഞു. എന്തിന് പറയുന്നു, ഓരോരുത്തരും അവരവർ ചെയ്തിരുന്ന ജോലി വിട്ടു ഉപേക്ഷിച്ച് കാട്ടുപ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. കുഴൽനാദത്തിൻ്റെ ഉറവിടം അവർ കണ്ടുപിടിച്ചു. എവിടുന്നാണ് നാദം കേൾക്കുന്ന സ്ഥലത്തൊന്നും അറിയാൻ പറ്റത്തില്ല. ആ നാദം ശ്രദ്ധിച്ച് തന്നെ അതിൻ്റെ ഉറവിടം കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവർ കണ്ടുപിടിച്ചു. ഓടക്കുഴലൂതുന്ന കൃഷ്ണ ഭഗവാനെ, ആര് പറയുന്നു? ഭട്ടതിരിപ്പാട്. ഭഗവാനെ, അങ്ങ് ഓടക്കുഴലൂതുന്ന ഭഗവാനെ, അവിടുന്ന് അങ്ങയുടെ സമീപത്ത് അവരെല്ലാം എത്തിച്ചേർന്നു.
വീട്ടിലെ ജോലികളെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് ഈ പോരുന്നത്. ഭഗവാന്റെ കാര്യത്തിന് അത്ര ശ്രദ്ധയാണ് ഈ കുട്ടികൾക്ക്. എന്താ കാരണം? അത്ര സ്നേഹമാണ് ഭഗവാൻ കൊടുക്കുന്നത് ഈ ഗോപസ്ത്രീകൾക്കും ഗോപികൾക്കും എല്ലാവർക്കും. ജന്തുക്കൾക്കായാലും കുരങ്ങനായാലും പൂച്ചകൾക്കായാലും പാലും നവനീതവും ഒക്കെ നുള്ളി എറിഞ്ഞും കൊടുത്തും അത്രമാത്രം ഭഗവാൻ ഭക്തരോടും അത്ര ഇഷ്ടമാണ്. ഭഗവാനോട് നമുക്ക് അത്ര സ്നേഹം വേണം, ഭക്തി വേണം. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം സ്നേഹമാണ് ഭഗവാൻ ഭക്തന്മാരോട്. അതായത് എന്തും ഭഗവാന് ഭക്തൻ കഴിഞ്ഞേ ഉള്ളെന്ന് നമ്മൾ ഭഗവത്ഗീത എല്ലാം വായിക്കുന്ന അതാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരു ഭക്തന്മാർക്കും അതുപോലെ ഭഗവാനല്ല നമുക്ക് മറ്റാരും വേണ്ട. ഭഗവാൻ ഒന്നുകൊണ്ട് നമ്മളോട് കെറു തോന്നരുത്. അവർ കണ്ടോ എന്നെ കളഞ്ഞിട്ട് അവരുടെ അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ പോന്ന്, അല്ലെങ്കിൽ അവരുടെ മക്കളെ കണ്ടപ്പോൾ ഓടിപ്പോയി, അങ്ങനെ പാടില്ല. നമുക്ക് ഭഗവാൻ കഴിഞ്ഞിട്ട് മതി മക്കളും ഭർത്താവും ഭാര്യയും എല്ലാം, എല്ലാവരും അത് മതി. അപ്പോൾ ഭഗവാന് സന്തോഷമാകും. അല്ലെങ്കിൽ ഭഗവാൻ വിചാരിക്കും കണ്ടോ അവരുടെ ഇന്നാരിന്നാരൊന്ന് എന്നെ വേണ്ട പോയി. അത് ഒരിക്കലും അത് പാടില്ല. നമുക്ക് ഭഗവാന്റെ സർവ്വകാര്യങ്ങൾക്ക് നോക്കി പ്രാർത്ഥിച്ച് സന്തോഷിച്ചിട്ട് മതി മറ്റു കാര്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.